അമ്മയ്ക്ക് ഈ അവിലോസ് കൂടി വറക്കാൻ പ്രത്യേക ഒരു അരിവാളൊക്കെ ഉണ്ടായിരുന്നു. അത് അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചായിരുന്നു. പരിവാളം കൊണ്ടാകുമ്പോൾ ഒരേ വശം എല്ലാ വശം നന്നായിട്ട് ഒരുപോലെ വറുത്ത് കിട്ടും. സംസാരം ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി പലഹാരവുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവലോസ് പൊടി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ആ തേങ്ങയും നല്ല ശർക്കരയൊക്കെ ഇട്ട് കൂട്ടി കഴിക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് അവലോസ് പൊടിക്ക്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ടയും അപ്പോൾ ഞങ്ങൾ അതാണ് ഇവിടെ തയ്യാറാക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ അവലോസ് പൊടി ഉണ്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്കൊന്നും കടിക്കാനൊന്നും പറ്റിയില്ല, സോഫ്റ്റ് അല്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തൊടുമ്പഴേ പ്രായമുള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള അവലോസ് ഉണ്ടയാണ് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അമ്മയാണ് ഞങ്ങൾക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. അമ്മയുടെ കൂടെ തന്നെയുണ്ട്, ഞങ്ങളുടെ കൂടെ തന്നെ. അമ്മ ഇപ്പോഴും ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അരിപ്പൊടിയും തേങ്ങയും ഒക്കെ ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 1 കിലോ അരി നല്ല തരിയോടുകൂടി പൊടിച്ചെടുത്താണ്. ഇത് നമുക്കിനി വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 മീഡിയം സൈസ് തേങ്ങ ചിരകിയത്, 600 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്ത പാനിയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ജീരകം, കുറച്ച് ഏലക്ക പൊടിച്ച്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ തേങ്ങ ചിരകിയത് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തിട്ടെടുക്കാം. അരിപ്പൊടി തേങ്ങയോടെ നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂർ മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനിയിപ്പോൾ അതിന് നേരമില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വറുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അമ്മയെ കൂടെ തന്നെ ജീരകം കൂടി ഇട്ട് കൊടുക്കട്ടെ. നമുക്കൊരല്പം ജീരകം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. മുഴുവൻ ഇട്ടേക്കാം അല്ലേ? നമ്മളൊരു കൈക്ക് അളവിനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കൃത്യം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കൈക്ക് അളവിന് ഏകദേശം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ കൂട്ടി നന്നായിട്ട് നമുക്ക് അരിപ്പൊടിയും തേങ്ങയും ജീരകവും എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരി എല്ലാം കൂടെ കൂട്ടി യോജിച്ചൊരു നനവ് പരുവാണ് നമ്മൾ പുട്ടിൻ്റെയൊക്കെ പാകം. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, എന്നാലേ നമ്മളത് കൃത്യ പാകമാവുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്തു. ഇനി അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. ആദ്യം ചെറു തീയിലാണോ അമ്മ ഇത് വറുത്തെടുക്കുന്നത്? നല്ല തീയിലാണല്ലേ? എത്ര സമയം വേണം അവലോസ് പൊടി വറുത്ത് പാകമാകാൻ? 1 മണിക്കൂർ നമ്മളിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കണം അല്ലേ? അടി പിടിക്കില്ല, അടി പിടിക്കൂലേ ഇളക്കിയില്ലെങ്കിൽ? പണ്ട് അമ്മയ്ക്ക് ഒരു അരിവാളില്ലായിരുന്നു ഈ അവലോസ് പൊടി വറക്കാൻ. പണ്ട് അമ്മയ്ക്ക് ഈ അവലോസ് പൊടി വറക്കാൻ പ്രത്യേക ഒരു അരിവാളൊക്കെ ഉണ്ടായിരുന്നു. അത് അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചായിരുന്നു. അത് ഞങ്ങളിന്ന് കാണിച്ചു. അമ്മയ്ക്ക് നല്ലൊരു വശം അതിങ്ങനെ ഇളക്കിക്കൊണ്ട് ഈ അരിവാളും കൊണ്ട് കൈ തിരിഞ്ഞ് അമ്മ അതുകൊണ്ട് വറുത്ത് കാണിക്കാം. അമ്മയ്ക്ക് ഈ ചട്ടുകത്തിനേക്കാളും വശം അരിവാളാണ്. അരിവാളം കൊണ്ടാകുമ്പോൾ ഒരേ വശം എല്ലാ വശം നന്നായിട്ട് ഒരുപോലെ വറുത്ത് കിട്ടും. നമുക്കൊന്നും അത്ര ആ വശം പറ്റും. നമ്മൾ ഈ തവി കൊണ്ട് ഇങ്ങനെ ആക്കി പക്ഷെ അമ്മയ്ക്ക് നല്ലൊരു വശമാണ്. അപ്പം നിങ്ങൾ ഒരു അരിവാളൊക്കെ മേടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കി ട്രൈ ഒക്കെ ചെയ്താൽ നന്നായിട്ട് ഒരുപോലെ എല്ലാ വശവും ഒരുപോലെ നന്നായിട്ട് വറുത്ത് കിട്ടും. ഞങ്ങളുടെ എല്ലാ ബന്ധുവീട്ടുകളിലും അമ്മേനെ കൊണ്ടുപോകായിരുന്നു ഈ അവലോസ് പൊടി വറക്കാനും അവലോസ് ഉണ്ട ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇവിടെ വരുന്നവരെല്ലാം എപ്പോഴും ചോദിക്കും അവലോസ് ഉണ്ട ഉണ്ടോ അമ്മയുടെ, എല്ലാവരും ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം അമ്മയുടെ ഈ അവലോസ് പൊടി ഉണ്ട്. അപ്പം ഒരുപാട് പോലും കാണിയല്ല, നല്ല രസം, നല്ല ഉരുണ്ടിരിക്കും, നല്ല ഷേപ്പായിട്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂറായി ഇത് ഇറക്ക് തുടങ്ങിയിട്ട് അല്ലേ അമ്മ? ഈ ഒരു ഗോൾഡൻ കളറായാൽ മതി അല്ലേ? അതുവരെ നമ്മളിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കണം അല്ലേ? ഇനി നമുക്ക് ചട്ടുക ഉപയോഗിച്ചാണെങ്കിൽ ഇളക്കാൻ കേട്ടോ. ഇപ്പം നന്നായിട്ട് ഇളം ഗോൾഡൻ കളർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇനി നമുക്ക് ഈ ചട്ടുക ഉപയോഗിച്ച് ഇളക്കിയാൽ നമുക്ക് എല്ലാ വശവും ഇളകി കിട്ടും. ആദ്യമൊക്കെ ആകുമ്പോൾ നമുക്ക് അരിവാൾ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കുവാണെങ്കിൽ നല്ല എല്ലാ വശവും ഒരുപോലെ നമുക്ക് അടി പിടിക്കാതെ നമുക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ അരിവാൾ. ഇനിയിപ്പോൾ അരിവാളില്ലെങ്കിൽ ചട്ടുകാണെങ്കിലും മതി കേട്ടോ. ഞാൻ ഇറക്കാമ്പോൾ മറച്ചില്ലേ അവിടെ ഇരുന്നോട്ടോ. അവലോസ് പൊടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അവലോസ് പൊടി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അവലോസ് ഉണ്ട ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള പാനി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. പാനി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഒരല്പം ജീരകവും. പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ആ കറക്റ്റ് പാകം ഒന്ന് നോക്കാം. അമ്മേനെ ഒന്ന് വിളിക്കാം. അമ്മയൊന്ന് വന്നേ. അമ്മ നോക്കിയാമേ പാനി പാകമാണോന്ന്. നമ്മളിങ്ങനെ പാനി എടുത്ത് നോക്കുമ്പോൾ ഒരു 2 നൂല് പാകത്തിനായിട്ട് വരണം. അന്നേരം അത് കറക്റ്റ് പാകമാവുള്ളൂ. അപ്പം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടി നമുക്ക് ഇട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചെയ്തിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളൊന്നിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നാക്കി നോക്കുവാണെങ്കിൽ നമുക്കത് ശരിക്കും ഒരു നൂൽ പരുവത്തിലായി കിട്ടും. ഏകദേശം ആയിട്ടുണ്ട്. നൂൽപ്പുരം ആയില്ലേ അമ്മ? അമ്മ ഒന്ന് കാണിച്ചു അമ്മേ. കണ്ടോ? അങ്ങനെ രണ്ട് നൂല് 2 ലൈൻ പോലെ ഇങ്ങനെ വരും. അപ്പോൾ അത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ച അവലോസ് പൊടി നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കറക്റ്റ് ആകുമ്പോൾ പറയണം കേട്ടോ. പറയാം. നമ്മൾ ഈ ശർക്കര ഉരുക്കുന്ന സമയത്ത് നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ്. എന്നിട്ട് വേണം നമ്മൾ ഈ നൂൽ പരുവത്തിൽ നമ്മൾ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കറക്റ്റ് പരുവത്തിൽ നമ്മൾ പറ്റിച്ചെടുക്കണം വെള്ളം. അപ്പോൾ പാകം പരുവത്തിൽ നമ്മളൊരു നൂൽ പരുവത്തിൽ നമുക്കത് കറക്റ്റായി കിട്ടും. ഏകദേശം ആയോ അമ്മേ? നമ്മൾ ഗ്യാസ് ഓഫാക്കാനായോ? അവലോസിൻ്റെ ഉരുട്ടാൻ പാകത്തിന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അവലോസ് പൊടി കൊണ്ട് നമ്മൾ നന്നായിട്ട് ഉണ്ടെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് നല്ല സോഫ്റ്റാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സെർവിങ് ബൗളിലേക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ അവലോസ് പൊടിയും അവലോസ് ഉണ്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായ കുഞ്ഞു പിള്ളേർക്ക് പോലും കണ്ടോ, കുഞ്ഞു പിള്ളേർക്ക് അല്ലേ അല്ലേ നല്ല സോഫ്റ്റായി കുഞ്ഞു പിള്ളേർക്കും പ്രായമുള്ളവർക്കും പോലും പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ടയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, കുറച്ച് സമയം എടുക്കും. 1 മണിക്കൂറോളം നമ്മളത് വറുത്തെടുക്കാനൊക്കെ എടുക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.